നമ്മൾ സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ നമ്മുടെ സെർച്ച് ബാറിൽ കയറി വെച്ചിട്ട് വയർസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് മാനേജ് സെറ്റിംഗ്സ് എടുത്തിട്ട് ജസ്റ്റ് ആൻറ്റിവൈറസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. സെറ്റിംഗ്സ് വന്നിട്ട് മാനേജ് നോട്ടിഫിക്കേഷൻ കയറിയിട്ട് എന്ത് ചെയ്യുക, ഓഫ് ആക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ടോ. വേറെ ഏതെങ്കിലും ആന്റിവൈറസ് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മാത്രമായിട്ട് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. ക്രാക്ക് ആയതുകൊണ്ട് നമുക്ക് നെറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ നെറ്റ് ഓഫ് ചെയ്തു. ഫോൾഡർ വന്നു. ഇത് ഞാൻ സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ സ്കെച്ചപ്പ് പ്രോ 2025 ഞാൻ ഗെറ്റ് ഇൻ ടു പി സി ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സോഫ്റ്റ് എക്സ്ട്രാക്ട് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് 1 2 3 സോഫ്റ്റ്, ഇതിന്റെ പാസ്വേഡ് 1 2 3 ആണ്. ഓക്കെ കൊടുത്തു. എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഫോൾഡർ ആയിട്ട് തന്നെ ഇവിടെ വന്നോളും. ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഈ ഫയൽ എടുക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുക. ഇതൊന്ന് കംപ്ലീറ്റ് ആവുന്നവരെ നോക്കിയിരിക്കുക കേട്ടോ, കാരണം ടൈം പിടിക്കും, കുറച്ച് സമയം പിടിക്കുള്ളൂ, വലിയ സമയമൊന്നും പിടിക്കുകയില്ല. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റലേഷൻ ആയി. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഡൗൺലോഡ് VRA ഫോർ സ്കെച്ചപ്പ്, ഡൗൺലോഡ് ദി ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് VRA ഫോർ സ്കെച്ചപ്പ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി VRA ഇൻസ്റ്റാൾ ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ VRA 7 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റെൻഡർ ആവാനുള്ള ഓപ്ഷൻ അതിൽ വരുന്നില്ല. അതായത് റെൻഡർ കാണിക്കും, പക്ഷെ റെൻഡർ ആയിട്ട് ഇമേജ് ഔട്ട്പുട്ട് ആയിട്ട് വരില്ല. അപ്പം നമുക്ക് അത് ചെയ്യുന്നത് ലേറ്റസ്റ്റ് വേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. നമുക്ക് സ്കെച്ചപ്പ് മാത്രം മതി എന്നാണ് പറയുന്നത്. ഓക്കെ, സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എൻ്റെ ഫയൽ ജസ്റ്റ് ക്രാക്ക് ചെയ്യണമല്ലോ. ക്രാക്കിൽ കയറുക. എന്തുവാണ് അവിടെ ഈ ഇൻസ്റ്റലേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിടക്കുന്നത് നോക്കുക. ജസ്റ്റ് അതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രാക്ക് എടുക്കുക. ക്രാക്കിൽ റീഡ്മി എന്ന് പറഞ്ഞ ഫയൽ എടുക്കുക. കോപ്പി ഓൾ ഫയൽ ടു ഇൻസ്റ്റലേഷൻ ഫോൾഡർ, അതായത് കോപ്പി ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് സ്കെച്ചപ്പ് എടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി എടുത്തു വിടുന്നു. സ്കെച്ചപ്പ് 2022 ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാതെ പേസ്റ്റ് കൊടുക്കുക, റീപ്ലേസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അത് റീപ്ലേസ് ചെയ്തു. ഇതോടൊപ്പം തന്നെ ലേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ വരുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി എടുക്കുക, ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊണ്ടുവരിക, അവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മൾ ക്രാക്കും ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, സ്കെച്ചപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. അടുത്തത് നമ്മൾ സ്കെച്ചപ്പ് ഒക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഐ എഗ്രി, ഓക്കെ എഗ്രി വരും, കണ്ടിന്യൂ കൊടുക്കുക.
നമുക്ക് ഇതില് നമുക്ക് ഏതാ വേണ്ടെന്ന് നോക്കാം. ഇഞ്ചസ്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു മില്ലിമീറ്റർ ഇപ്പൊ എടുത്തു കേട്ടോ. ജസ്റ്റ് മില്ലിമീറ്റർ എടുത്തേ. ഓക്കെ, അതിന്റെ ഇന്റർഫേസ് മുഴുവനും മാറിയാ കിടക്കുന്നത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതാ ഈ സൈഡിലോട്ട് മാറ്റി. എന്നിട്ട് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ടൂൾ ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ മുകളിൽ നോക്കുക കേട്ടോ, ഏതൊക്കെ ആഡായി വരണമെന്ന് നോക്കുക. കൺസ്ട്രക്ഷൻ, ഡ്രോയിങ്, ഡൈനാമിക്, എഡിറ്റ്, ലാർജ് ടൂൾ സെറ്റ് ഇത് അവിടെ വന്നിട്ടുണ്ട്. മെഷർമെന്റ്സ് താഴെ വന്നിട്ടുണ്ട്. സാൻഡ് ബോക്സ്, സെക്ഷൻ കട്ട് ചെയ്യാനുള്ളത്, ഷാഡോസ് വേണമെങ്കിൽ ഷാഡോസ്, വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ. സോളിഡ് ടൂൾസ്, സ്റ്റാൻഡേർഡ്, സ്റ്റൈൽ, ടാഗ്, വ്യൂ, ഏതൊക്കെ വ്യൂ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ വ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, വെയർ ഹൗസ് ഇത് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തൊക്കെ. ഇതിൽ ആവശ്യമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളത് ഓരോന്നിനും ഇങ്ങോട്ട് മാറ്റി മാറ്റി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് ഓരോന്നിനും എടുത്ത് വെക്കുക. ഒന്നുമില്ല, നമുക്ക് വേണ്ടതിനെ നമ്മൾ എന്ത് ചെയ്യാം, മോണിറ്റർ അടുക്കുക. എന്നിട്ട് ഓരോന്നിനെ നമുക്ക് ഇതൊക്കെ ഓൾറെഡി ഇവിടെ താഴ്ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയാണ്. ഓൾറെഡി ഇവിടെ ടൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇവിടെ ഡീഫോൾട്ട് ട്രേയിനകത്ത് എന്തെങ്കിലും കാണില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഡീഫോൾട്ട് ട്രേയിനകത്ത് എന്തൊക്കെ വേണമെന്നുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക്. ഒന്നുമില്ല, എല്ലാം കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. ആ ടൂൾസിന്റെ ഒക്കെ ഇന്റർഫേസ് ഒക്കെ മൊത്തം മാറി കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മീ ഗ്രൂപ്പ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. ഏത് 3D വെയർ ഹൗസ്, എക്സ്റ്റൻഷൻ വെയർ ഹൗസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സൈൻ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നെറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് എന്തായാലും നമുക്കത് കിട്ടുകയില്ല. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തു. സേവ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്കെച്ചപ്പ് ഇനിയിപ്പോൾ നമുക്ക് അതിൽ വിയറയാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. വിയറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഫയലിന്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കുക. വിയറ ചൗസ് വിയറ 7 ഉണ്ട്, പക്ഷെ 7 നമുക്ക് നടക്കില്ല. അപ്പൊ 6 എന്തായാലും ഞാൻ എന്ത് ചെയ്തു,
എക്സ്ട്രാക്ട് ചെയ്തു. ഇത് ഞാൻ സോഫ്റ്റ് സാസിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ സോഫ്റ്റ് സാസ് .ir എന്നുള്ള പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് അത് എന്ത് ചെയ്തു, അത് ഓപ്പൺ ആക്കി കേട്ടോ. റൈറ്റ് ക്ലിക്ക് കൊടുത്തു. വേറൊരു കാര്യമുണ്ട്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ VRA ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് നെറ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ടേക്ക്. കാരണം എന്തെങ്കിലും മെറ്റീരിയൽസോ എന്തെങ്കിലും ഡൗൺലോഡ് ആവാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു വിഷയമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 VRA ഇല്ല എന്നാണ് പറയുന്നത്. 2024-25 സ്കെച്ചപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നമ്മുടെ VRA 6 വേർഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഇൻ ടു PC ന്ന് ഞാൻ VRA 7 ഡൗൺലോഡ് ചെയ്തു. ജസ്റ്റ് അത് ഓപ്പൺ ആക്കി എക്സ്ട്രാക്ട് ചെയ്ത് 1 2 3 ആണ് ഗെറ്റ് ഇൻ ടു PCയുടെ പാസ്വേഡ്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, റൺ അഡ്മിനിസ്ട്രേറ്റർ ചെയ്തു. നെറ്റ് ഓഫ് ചെയ്തു കേട്ടോ. നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. യെസ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ പ്ലീസ് എൻ്റർ യുവർ ഇൻസ്റ്റലേഷൻ കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ചോദിക്കാൻ എന്ത് ചെയ്യേണ്ടത്. ഞാൻ ഈ റെഡ്മിയിൽ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഒരു കീ ഉണ്ട്. ജസ്റ്റ് ഇത് എന്ത് ചെയ്തു, ഇവിടുന്ന് കോപ്പി എടുത്തു, അതവിടെ പേസ്റ്റ് ചെയ്തു, ഇൻസ്റ്റാൾ കൊടുത്തു. VRA 7 വർക്ക് ആവുമെന്ന് നമുക്ക് എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. റെൻഡർ ആവുമെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്. VRA 6 നമുക്ക് പാസ്വേഡ് ഒന്നും കീ ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് നേരെ നെക്സ്റ്റ് കണ്ടിന്യൂ അടിച്ച് പോയാൽ മതി. പക്ഷെ VRA 7 അവസ്ഥയിൽ ഒരു കീ തന്നിട്ടുണ്ട്. പക്ഷെ അത് റെഡ്മി കിടപ്പുണ്ടെന്ന് ആലോചിച്ചോളുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡൺ കൊടുത്ത് വെക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തേക്കുക. ഓക്കെ, അവർ ഓട്ടോമാറ്റിക്കലി നെറ്റിലോട്ടാണ് കയറിച്ചിട്ടുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തേക്കുക. ഇനി നമുക്ക് അടുത്തത് ക്രാക്ക് ചെയ്യാനുണ്ട്. ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രാക്കിന്റെ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ റീഡ്മി എടുത്ത് ഒന്നുകൂടെ വായിച്ച് നോക്കുക എന്തുവാ ഓപ്ഷൻ കാണിക്കുന്നതെന്ന്. അതായത് ഡൗൺലോഡ്, ഓക്കെ, കോപ്പി. ഓക്കെ, ഈ ഒരു ഫയൽ അവിടെ നിന്ന് കോപ്പി എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, കോപ്പി
എവിടേക്കാണ്? സിയിലെ പ്രോഗ്രാം ഫയൽസിലെ VRA4 സ്കെച്ചപ്പിലെ എക്സ്റ്റൻഷനിലെ VRAയിലെ ബിന്നില് ഇതാ ഞാൻ ഈ രണ്ടാമത്തെ ഉണ്ടോ നോക്കും. ചാവസിൽ VRAയിലെ VRA4 ഇതില്ലാത്തതുകൊണ്ട് സ്കെച്ചപ്പിലെ എക്സ്റ്റൻഷനിലെ ബിന്നില് ജസ്റ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക, റീപ്ലേസ്മെന്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, then അത് ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെന്താ അവർ പറയുന്നത്? റെഡ്മിയില് ഓക്കെ, ഈ ഫയൽ ഇവിടുന്ന് കോപ്പി എടുക്കുക. അതേപോലെ തന്നെ സിയിലെ പ്രോഗ്രാം ഫയൽസിലെ ചാവോസിലെ VRAയിലെ VRA4 സ്കെച്ചപ്പിലെ എക്സ്റ്റൻഷനിലെ VRAയിൽ വന്നിട്ട് ബിന്നിൽ വന്നിട്ട് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്ലഗിൻസിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, റീപ്ലേസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു, ക്രാക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തേക്കുക, എന്നിട്ടൊന്ന് സ്കെച്ചപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഓക്കെ, ഇതിൽ VRAയുടെ എല്ലാ ഇതും വന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, അസറ്റ് എഡിറ്റർ കയറി ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നത്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഓക്കെയാണ്, എല്ലാം പഴയപടി പോലെ തന്നെയാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ VRA ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ?